ഹായ് ഹലോ ഓൾ. ഇന്ന് നമ്മൾ ദ ടൈഗർ ബൈ വില്യം ബ്ലേക്ക് ആണ് നോക്കുന്നത്. സോ വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത് ഹീസ് ചീഫ്ലി നോൺ എസ് എ ലിറിക്കൽ പോയറ്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇമോഷൻസിനെ പോർട്രേ ചെയ്യുന്ന ഒരു പോയറ്റ് ആയിരുന്നു വില്യം ബ്ലേക്ക്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമുക്ക് കാണുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഇമേജസ്, അല്ലെങ്കിൽ കുറച്ച് സെൽഫ് റിവീലിംഗ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ്, പ്രൊഫറ്റിക് ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഇദ്ദേഹം യൂണിറ്റി ഓഫ് സ്പിരിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ചിൽഡ്രനോടുള്ള ഇഷ്ടം, നേച്ചറിനോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ മെഡീവൽ പീരീഡ് അല്ലെങ്കിൽ ഗോതിക് ഏജ് അല്ലെങ്കിൽ ഗോതിക് പീരീഡിലോട്ടുള്ള അല്ലെങ്കിൽ ഗോതിക് എലിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എന്നാലും അദ്ദേഹം എന്താണ് വളരെ എക്സലന്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ എ പെയിന്റർ പോയറ്റ് കേട്ടോ. വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന ഒരു പെയിന്ററും കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൊയറ്റിക്കൽ സ്കെച്ചസ് ആണ്. ഇത് ഷേക്സ്പിയറിന്റെ അല്ലെങ്കിൽ മിൽട്ടൺ ആൻഡ് സ്പെൻസറിന്റെ റൈറ്റിംഗ്സിനെ മോഡൽ ചെയ്തുകൊണ്ട് എഴുതിയ ഒരു വർക്കാണ് പൊയറ്റിക്കൽ സ്കെച്ചസ്. ആൻഡ് അനദർ കളക്ഷൻ എന്ന് പറയുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസ് ഉണ്ട്, പിന്നെ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ നമുക്ക് പഠിക്കാനുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വേറൊരു വർക്കും കൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ സോങ്സ് ഓഫ് ഇന്നസെൻസിനകത്ത് അദ്ദേഹം പാഷൻ, ഫ്രീഡം, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിലെ ഹാപ്പിനെസ്, ഇന്നസെൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെസ് ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ ലെസ് ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ചാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പോകുന്നത്. ആ വർക്കിനകത്ത് അത്രയും അങ്ങനെയുള്ള വർക്ക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ ടൈഗർ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയം, ദ ടൈഗർ. അതെന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ടൈഗർ എന്ന് പറയുന്നത് കുറച്ച് ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് അല്ലേ. അപ്പോൾ അതിന്റെ ആ ഒരു ക്രൂവൽറ്റി അതൊക്കെ വരുന്നത് ഏത് ബുക്കിനകത്തായിരിക്കും, ഏത് വർക്കിനകത്തായിരിക്കും? സോങ്സ് ഓഫ് ഇന്നസെൻസ് അല്ല, എന്തായാലും സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു സോങ്സ് ഓഫ് ഇന്നസെൻസും അതുപോലെ തന്നെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ ടൈഗർ എന്നുള്ള പോയം എന്ന് പറയുന്നത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലെയാണ്. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇതിന്റെ ടൈറ്റിൽ തന്നെ ടൈഗറിന്റെ സ്പെല്ലിംഗ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ഫസ്റ്റ് ലൈനിനകത്ത് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് TYGER എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ആ ടൈഗർ എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് തന്നെ മനഃപൂർവ്വം ഇദ്ദേഹം മാറ്റിയതാണ്. അതായത് ആ ആനിമലിന്റെ ഒരു സിംബോളിക് ക്വാളിറ്റിയെ കാണിക്കുവാൻ വേണ്ടി, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ടൈഗറിന്റെ സ്പെല്ലിംഗ് തന്നെ അദ്ദേഹം കറക്റ്റായിട്ട് പിന്നെ എന്താണ് ഡെലിബറേറ്റ്ലി മാറ്റിയിരിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോയമാണ്. ബ്യൂട്ടിയും ടെററും എങ്ങനെയാണ് ഈ ഒരു നേച്ചറിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യവുമാണ് ടെറിഫൈങ് ആയിട്ടൊരു കാര്യം കൂടിയാണ് ടൈഗർ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് എന്താണ്, അതിന്റെ ആ സ്പോർട്സ്, അതിന്റെ ആ വരകളൊക്കെ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് അതിന്റെ ദേഹം, അതിന്റെ കാണാനൊക്കെ ഉള്ളൊരു മെജസ്റ്റിക് ലുക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ബ്യൂട്ടിയെ കാണിക്കുന്നു. പക്ഷേ വളരെ ടെറിഫൈങ് ആയിട്ടുള്ള ആനിമലും കൂടിയാണിത്. സോ നേച്ചറിൽ ബോത്ത് ദി എലിമെന്റ്സ് കോ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിമെന്റ്സും ഉണ്ട്, ടെറിഫൈങ് ആയിട്ടുള്ള എലിമെന്റ്സും ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ രണ്ട് എലിമെന്റ്സിനെ ബാലൻസ് ചെയ്ത് ഈ നേച്ചർ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ആശ്ചര്യപ്പെടുകയാണ് നമ്മുടെ പോയറ്റ്. ഓക്കെ. അപ്പോൾ ഈ ടൈഗർ എന്നുള്ളത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അതുപോലെ തന്നെ വളരെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. നമ്മുടെ പോയറ്റ് ചോദിക്കുവാണ്, നിന്നെ ശരിക്കും പറഞ്ഞാൽ ദൈവം എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ് ലാംബ് എന്ന് പറയുന്നത്, ആട്. അപ്പൊ ഈ ആട്ടിൻകുട്ടി ഇതിനെയൊക്കെ ഉണ്ടാകും വളരെ ഇന്നസെന്റ് ആൻഡ് മീക്കാണ് ഈ ആട് എന്നൊക്കെ പറയുന്ന ജീവി. അപ്പൊ അത് ഉണ്ടാക്കിയ ഗോഡ് തന്നെയാണോ ഇത്രയും ടെറിഫൈങ്ങും ക്രൂവലായിട്ടുള്ള നിന്നെ ക്രിയേറ്റ് ചെയ്തത്? ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ പിന്നെ പോയത്തിലോട്ട്. അപ്പൊ അത് ഒരു ഗോഡിന്റെ തന്നെ അല്ലെങ്കിൽ ക്രിയേഷന്റെ തന്നെ ഡാർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സൈഡ് എന്ന് നമുക്ക് പറയാം. അതായത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിയേഷന്റെ ഡാർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സൈഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ടൈഗർ എന്നുള്ള ഈ ഒരു പോയം കാണിക്കുന്നത്. തീംസ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി, റിലിജിയൻ, നേച്ചർ, അതുപോലെ തന്നെ എന്താ പറയുക ഡിസ്ട്രക്ഷൻ, ഡാർക്ക്നെസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ. ദെൻ എഴുതിയിരിക്കുന്നത് 18th സെഞ്ചുറിയിലാണ്. അപ്പോൾ ക്രിയേഷന്റെ മിസ്റ്ററി, അതുപോലെ തന്നെ നേച്ചറിന്റെ ആ ഒരു പാരഡോക്സിക്കൽ എലിമെന്റ്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടും ടെറിഫൈങ് ആയിട്ടും ഉള്ള കാര്യങ്ങൾ നേച്ചറിൽ എങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ഒരു പാരഡോക്സിക്കൽ നേച്ചറിനെയും കൂടിയാണ് ഈ ഒരു പോയറ്റ് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അതിനകത്ത് ഒരുപാട് മെറ്റഫോറിക്കൽ എലിമെന്റ്സ് ഉണ്ട്.
ഇന്നസെൻസും എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു ക്ലാഷ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും ഈ ഒരു പോയത്തിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കോമൺ പോയം എന്ന് പറയുന്നത് ദ ലാംബ് എന്നുള്ളതാണ്. ദി ടൈഗർ എന്നുള്ളത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള വർക്കിലാണെങ്കിൽ ദ ലാംബ് എന്നുള്ളത് ദ സോങ്സ് ഓഫ് ഇന്നസെൻസിലെ വർക്കാണ്. അപ്പം നമ്മൾ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും എന്താ പറയുക, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നടത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. അതായത് ലാംബും ടൈഗറും തമ്മിലുള്ള ഒരു ആ പോയത്തിൽ തമ്മിലുള്ള ഒരു ഡിഫറൻസസ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. 6 സ്റ്റാൻസ പോയമാണ് കേട്ടോ ഇതെല്ലാം. ആൻഡ് ദെൻ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻസ മീൻസ് ഫസ്റ്റ് 4 ലൈൻസ് ആണ്, സിമെട്രി വരെയുള്ള ലൈൻ. ഇതിൻ്റെ ബ്യൂട്ടിയെയും ഇതിൻ്റെ ക്രിയേറ്ററിനെയും പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആരാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ബ്യൂട്ടി, അതായത് നീ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുവാണ് ഈ രാത്രിയിൽ ഫോറസ്റ്റിൽ നിന്നെ നോക്കുമ്പോൾ നീ വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുവാണ് ടൈഗർ. ഏത് ഇമ്മോർട്ടൽ ഹാൻഡാണ് അല്ലെങ്കിൽ ഏത് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഐ ആണ് നിന്നെ ഈ ഒരു പേടിപ്പിക്കുന്ന ഈ ഒരു പാറ്റേണിൽ നിന്നെ ഉണ്ടാക്കിയത്. ഫിയർഫുൾ സിമെട്രി എന്നാണ് ഇവിടെ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. ഫിയർഫുൾ എന്ന് വെച്ചാൽ പേടിപ്പിക്കുന്ന. ഈ ഒരു സിമെട്രി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ദേഹത്തുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ വരകൾ, ക്രിസ് ക്രോസ് വരകൾ, ആ പാറ്റേൺ ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി, ആരാണ് നിനക്ക് തന്നത് എന്ന് പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ആൻഡ് എന്താണ് പോയം കണ്ടിന്യൂസ്, ആ ഗ്രാജുവലി ഈ പോയം കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്പീക്കർ ക്ലിയർലി പോയിന്റ് പറയുന്നുണ്ട്. ഗോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിന്നെ ഗോഡാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കും അറിയാം. ഗോഡെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ടൈഗറിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസിൽ നിൽക്കുന്ന ആളല്ല. ഗോഡെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എവർ ലവിങ് ഗോഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും സ്നേഹമുള്ളൊരു പ്രസൻസ് ആണ് ഗോഡെന്ന് പറയുന്നത്. അപ്പം നിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗോഡ് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇത്രയും വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് ഗോഡ്. അപ്പം അദ്ദേഹം എങ്ങനെ നിന്നെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് ബേണിംഗ് ബ്രൈറ്റ് വരും. ബേണിംഗ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ടൈഗറിന്റെ ബ്രൈറ്റ് യെല്ലോ കളർ ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നൈറ്റ്, രാത്രിയിൽ ഇതിങ്ങനെ വോണ്ടർ ചെയ്ത് നടക്കുമല്ലേ, അപ്പം അതാണ് അതിൻ്റെ ഈ കാര്യമാണ് പറയുന്നത്. ഫിയർഫുൾ സിമെട്രി, അതുപോലെ ബേണിംഗ് ബ്രൈറ്റ് എന്നൊക്കെ പറയുന്നത് മെറ്റഫേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, വില്യം ബ്ലേക്ക് പതുക്കെ ഇൻഡയറക്ട്ലി നമ്മുടെ ക്രിസ്ത്യൻ ഗോഡിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് ഈ ഒരു ഡിവൈൻ എൻറ്റിറ്റിക്ക് എങ്ങനെയാണ് ഇത്രയുള്ളൊരു ക്രീച്ചറിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. ഓക്കെ, ആൻഡ് ദെൻ ഫിയർഫുൾ സിമെട്രി എന്ന് പറയുന്നതിന് അല്യൂഷൻസ്, അതൊരു അല്യൂഷനായിട്ട് എടുക്കാം നമുക്ക്. അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് ടൈഗറിനെ പറയുന്നതായിട്ടും അനദർ വൺ എന്ന് പറയുന്നത് ഗോഡിനെ പറയുന്നതായിട്ടും നമുക്ക് കണക്കാക്കാം. ഓക്കെ, അതായത് വളരെ മിസ്റ്റീരിയസും ബിഗ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ് നമ്മുടെ ടൈഗർ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഗോഡിനെയും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വളരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ഗോഡ് എന്നുള്ളതും നമുക്ക് പറയാം. സ്റ്റാൻസ 2 നോക്കാം. ഇനി ടൈഗറിനെ, അതായത് ഈ ടൈഗറിന്റെ ഐസിനെ, അതായത് കണ്ണുകളെ ഡിസ്ക്രൈബ് ചെയ്യാണ് പോയിട്ട്. അതായത് ഈ കണ്ണിനകത്തുള്ള ഈ ടൈഗറിന്റെ കണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഈ ഇച്ചിരി ഒരു ഫിയറി ആയിട്ടുള്ളൊരു ഐസാണ്. അപ്പോൾ ആ ഒരു അതിനകത്തൊരു ഫയർ, അതായത് തീ കത്തി നിൽക്കുന്ന പോലെ അത്രയും ബ്രൈറ്റ് ആണ് ഇതിൻ്റെ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഹെല്ലിൽ നിന്നോ ഹെവനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ദേശത്ത് നിന്ന് വന്നതാണോ, അതായത് വേറെ ഏതെങ്കിലും, ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന്, അതായത് ഏതെങ്കിലും ഒരു ഡിവൈൻ വേൾഡിൽ നിന്ന്, അതായത് ഹെല്ലോ ഹെവനോ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെവൻലി ബോഡിയിൽ നിന്ന് കൊണ്ടുവന്നതാണോ നിൻ്റെ ഈ കണ്ണ് എന്ന് ചോദിക്കുവാണ് ആ തീ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ദ തേർഡ് ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് ഈ ഗോഡിൻ്റെ ആർഗ്യുമെൻറ്റിലോട്ട് തന്നെയാണ് ഈ സ്റ്റാൻസയ്ക്കകത്തും വീണ്ടും വരുന്നത്. അതായത് ഈ ക്രീച്ചർ, നമുക്ക് ഈ ഒരു ദൈവമാണ് ഇതിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഉണ്ടാക്കിയ കാര്യത്തിനെ കാണുമ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയത്തില്ല, ചില കുട്ടികളെ കാണുമ്പോൾ അച്ഛനെ പോലെയാണോ അമ്മയെ പോലെയാണോ എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ ആ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കണ്ണമ്മയുടെ കണക്കാണോ മൂക്കച്ഛൻ്റെ കണക്കാണോ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ ഈ ടൈഗറിനെ ഉണ്ടാക്കിയത് ഗോഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതായത് നീ ഗോഡിൻ്റെ രൂപത്തിലാണോ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. ആൻഡ് ദെൻ അതാണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് വളരെ ഡെയറിങ് ആയിട്ട് പോയിട്ട് ചോദിക്കുവാണ്. ഓക്കെ, അതുപോലെ തന്നെ
പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹാൻഡ്, വിങ്സ്, ഫയർ, ഇതെല്ലാം എന്താണ്, എന്തിനെയാണ് കാണിക്കുന്നത്? കുറച്ച് ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്, ഔട്ട് ഓഫ് ദി വേൾഡ് ഇതിലെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ചോദിക്കുന്നുണ്ട്. അതായത് ആരാണ് നിന്നിലുള്ള ഈ ഫയർ ക്രിയേറ്റ് ചെയ്തത്, ആര് നിന്നിലുള്ള ഫയറിനെ ഇനി ക്യാപ്ചർ ചെയ്യും, അതായത് ആര് നിന്നെ ടെയിം ചെയ്യും, മെരുക്കിയെടുക്കും എന്നൊക്കെ ആര് ചോദിക്കുവാണ്? ഈ ഒരു പോയിറ്റ് ചോദിക്കുവാണ് ഡയറിങ് ആയിട്ട്. ഇനി സ്റ്റാൻസ 3. പോയിറ്റ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഗോഡിനെയാണ് പറയുന്നത്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പം ഈ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ ടൈഗറിനും ഉണ്ടോ എന്ന് പോയിട്ട് ചോദിക്കുവാണ്. അതായത് ഏത് ഷോൾഡറിൽ അല്ലെങ്കിൽ ഏത് ആർട്ടാണ് നിന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? നിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നിന്റെ ഹാർട്ട് ആരാണ് ബീറ്റ് ചെയ്യാൻ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്, അതായത് നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചത്? ഓക്കെ, പിന്നെ ഏത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആരാണ് നിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രൂപത്തിലാക്കി മാറ്റിയതെന്ന് വീണ്ടും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മുടെ പോയിന്റ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻസ 4-നകത്തെന്ന് പറയുന്നത് സ്റ്റെപ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇത് എങ്ങനെ നിന്നെ ക്രിയേറ്റ് ചെയ്തു? അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ഇമേജ് ആണ് ഗോഡിന് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് സ്മിത്ത് ഈ ഹാമർ വെച്ചും അതുപോലെ മെറ്റലിനെ ഫോം ചെയ്തൊക്കെ ഉണ്ടാക്കുമല്ലോ, വളരെ ഹാർഡ് വർക്ക് ചെയ്ത്. അപ്പോൾ അതേപോലെ ചോദിക്കുകയാണ്, ഏത് ഹാമർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് ചെയിനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് ഫർണസിൽ വെച്ചിട്ടാണ് നിന്റെ ബ്രെയിന്, നിന്റെ ഇതുപോലെ തന്നെ ബോഡിയൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വളരെ ഇംപേഷ്യൻ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫെയ്ത്തിനെ തന്നെ, അതായത് വിശ്വാസത്തിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ പോയിന്റ്. പിന്നെ സ്റ്റാൻസ 5 ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. ഈ ഒരു സ്റ്റാൻസ 5 എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വേഴ്സ് എന്ന് പറയും. നമുക്ക് ഈ ഒരു പോയത്തിലുള്ളൊരു ക്രിസ്ത്യൻ ഫ്ലേവർ ഉള്ളൊരു സ്റ്റാൻസയാണിത്. ഓക്കെ, അതായത് ഫസ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയ്റ്റൻ ഉണ്ടല്ലോ, സെയ്റ്റനെ ദൈവം എന്താണ് ഹെവനിൽ നിന്ന് പിന്നെന്താണ് ബാനിഷ് ചെയ്തതാണ്. അതായത് ദൈവത്തിനെതിരെ സെയ്റ്റൻ റിബല്ല് ചെയ്തപ്പോൾ സെയ്റ്റനെ ഹെവനിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പം ആ ഒരു അല്യൂഷൻ ഇവിടെ സ്റ്റാൻസ പിന്നെ എന്താണ് 5-നകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഓൾമൈറ്റി ക്രിയേറ്ററിനെ കുറിച്ച്, അതായത് വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഗോഡിനെ കുറിച്ച് ഒരു ഇച്ചിരി ഭക്തിയോടുകൂടി പറയുവാണ്. ആൻഡ് ദെൻ ഈ നിന്നെ ഉണ്ടാക്കിയ ആൾ തന്നെ ആണോ ഈ ലാമ്പിനെയും ഉണ്ടാക്കിയതെന്ന് പോയിട്ട് ഡയറക്റ്റ്ലി ചോദിക്കുവാണ്. ആൻഡ് അതുപോലെ തന്നെ നിന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ദൈവം ചിരിച്ചോ എന്നും ചോദിക്കുകയാണ്. അതായത് ആ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം ചിരിച്ചോ? നിന്നെ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ ലാമ്പ് പോലെയുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ക്രീച്ചറിനെയും ക്രിയേറ്റ് ചെയ്തത് എന്ന് ആര് ചോദിക്കുകയാണ്? പോയിട്ട് ചോദിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു പോയം പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റീഷനാണ്, ഒരു കൈൻഡ് ഓഫ് കോറസ് പോലാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനകത്ത് പോയറ്റ് ക്രിയേറ്ററിന്റെ എബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അതായത് ഗോഡിന്റെ എബിലിറ്റിയെ ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ടൈഗർ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ ഇല്ലേ, അത് തന്നെയാണ് ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈനിനകത്ത് കുറച്ചൊരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്താണെങ്കിലും ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്താണെങ്കിലും എന്താണ് പോയിട്ട് ചോദിക്കുന്നത്? നിന്നെ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്യിപ്പിക്കുന്നത് നിന്നെ, അതായത് നീ ഇത്ര ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ ഒരു രാത്രിയിൽ ഫോറസ്റ്റിൽ. നിന്നെ ആരാണ് ഉണ്ടാക്കിയത്? നിന്നെ ഏത് ഇമ്മോർട്ടൽ ഹാൻഡാണ് അല്ലെങ്കിൽ ഏത് ഇമ്മോർട്ടൽ ഐ ആണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ നിന്നെ ഇത്ര ഡെയറിങ് ആയിട്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ആര് ചോദിക്കുവാണ്? വീണ്ടും പോയിട്ട് ചോദിക്കുവാണ്. അപ്പം ഇതിനകത്ത് തീംസ് എന്ന് പറയുമ്പോൾ എല്ലാ ലിവിങ് എൻറ്റിറ്റീസും ആ ക്രിയേറ്ററിനെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു തീമിനെ കുറിച്ചാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അതായത് ഇപ്പം ഒരു കടുവ ഉണ്ടാക്കുന്നത് ദൈവമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയാണ് പെട്ടെന്ന് മുഖത്തോട്ട് നോക്കുന്നത്, ആരുടെ കൂട്ടാണ് ഇരിക്കുന്നത്. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പോയിട്ടും പറയുന്നത്. അതായത് ടൈഗറിനെ ഉണ്ടാക്കിയ ദൈവമാണെങ്കിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇമേജ് ടൈഗറിൻ്റേതാവാം, അതായത് അവൻ്റെ ഇമേജിലാണ് ടൈഗറിനെ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പം ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ ഫെയ്ത്തിനെ ചലഞ്ച് ചെയ്യുക ഈ ഒരു ടൈഗർ എന്നുള്ള മെറ്റഫർ വെച്ചിട്ടാണ് ഇവിടെ പോയിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നേച്ചർ ഓഫ് ഗോഡ് എന്താണ്? ടൈഗർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രീച്ചറാണ്, പക്ഷേ അതേ സെയിം ടൈം ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഓൾസോ. അപ്പോൾ ഇങ്ങനൊരു ക്രീച്ചറിനെ എങ്ങനെ ദൈവത്തിന് അതായത് ഈ രണ്ട് എലിമെന്റ്സും കൂടെ വെച്ചിട്ടുള്ളൊരു ക്രീച്ചറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു? നേച്ചറിൽ എങ്ങനെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു? അതായത് ഈ ലാമ്പിനോടൊപ്പം അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനോടൊപ്പം ഈ ഫിറോഷ്യസ് ആയിട്ടുള്ള ടൈഗർ എങ്ങനെ നിൽക്കുന്നു?
രണ്ടാമത്തേന്ന് വെച്ചാൽ റിലീജിയൻ ആണ് ഇവിടുത്തെ പ്രൈമറി തീം എന്ന് പറയുന്നത്. അത് ഈ ബ്ലേക്കിന്റെ ഈ ക്വസ്റ്റനിങ് ഉണ്ടല്ലോ, അതായത് ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ക്രിയേറ്ററിനെ വളരെ വയലന്റ് ആയിട്ടും വളരെ മാഗ്നിഫിഷ്യന്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ അടുത്തതെന്ന് പറയുന്നത്. അതായത് ദൈവം എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇത്രയും ഡിസ്ട്രോയിങ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ലിവിങ് എൻറ്റിറ്റിയാണ് ടൈഗർ എന്ന് പറയുന്നത്. എങ്ങനെ ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, ആക്സിഡന്റലായിട്ട് വന്നതാണോ അതോ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ, ഇത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ എന്തിനാണ് ടൈഗറിന് കൊടുത്തത്, അതായത് വീക്കർ ആനിമൽസിനെ അത് അറ്റാക്ക് ചെയ്യത്തില്ലേ എന്ന് ക്വസ്റ്റ്യൻ ഇൻഡയറക്ട്ലി ചോദിക്കുവാണ്. ഓക്കെ, ആൻഡ് ദെൻ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ലാമ്പിനെയും ടൈഗറിനെയും കൂടി ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് ലാമ്പ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ടൈഗറിനെ എന്തുകൊണ്ട് ഗോഡ് ഇത്ര ഡോമിനന്റ് ആയിട്ടൊരു ക്രീച്ചറിനെ കൊണ്ടുവന്ന് എന്തിനാണെന്നും ചോദിക്കുകയാണ്. കുറേ അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റീഡേഴ്സിന് ഇട്ട് തന്നേക്കുകയാണ്, അല്ലെങ്കിൽ ക്രിയേറ്ററിനെ കുറിച്ച് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് ഇട്ട് തന്നിരിക്കുകയാണ്. ഗോഡിന്റെ ലിമിറ്റ്ലെസ് പവറിനെ കുറിച്ച് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തോട്ട്. അപ്പം അല്ല, എന്താണ് ഈ ലാസ്റ്റ് സ്റ്റാൻസ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നസെൻസും എക്സ്പീരിയൻസും എന്ന് പറയുന്നതും കോ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഫുൾ സിമ്പിൾസ് ആണ്. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ടൈഗർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഗോഡിന്റെ ഡിസ്ട്രക്റ്റീവ് സൈഡിന്റെ ഒരു സിമ്പിളാണ്. അതായത് ഗോഡ് എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു ടൈഗറിനെയും ലാമ്പിനെയും ക്രിയേറ്റ് ചെയ്ത്. ആൻഡ് ഗോഡ് തന്നെയാണ് പെരിഷറും പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസ്ട്രോയ് ചെയ്യുന്നതും ഗോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ്, ഫയർ, ഹാമർ, അതായത് ബ്ലാക്ക് സ്മിത്തിന്റെ ഇമേജ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം എന്താണ്, ഇമേജസ്, സിമ്പിൾസ് തന്നെയാണ്. അതായത് ഗോഡിനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്കിനകത്ത് വരുന്നത്. നമുക്കപ്പം ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബിഗിനിങ് ഓഫ് ദ പോയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ 6 സ്റ്റാൻസ പോയമാണ്. ഫിയർഫുൾ സിമെട്രി എന്ന് വെച്ചാൽ എന്താണെന്ന്, ടൈഗർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിംബോളിക് ഓഫ് ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. തീം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നേച്ചറിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, നേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ടൈഗർ എന്ന് പറയുന്ന ഒരു ജീവിയും അതുപോലെ തന്നെ ലാമ്പ് എന്ന് പറയുന്ന ജീവിയും കോ എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് നേച്ചർ എന്ന് പറയുന്നത്. രണ്ടിനും പ്ലേസ് ഉണ്ട് നേച്ചറിൽ ജീവിക്കാൻ വേണ്ടി. ഇത് രണ്ടും എങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു, നേച്ചർ എങ്ങനെയാണ് ഇതിനെ പാരഡോക്സിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള രണ്ട് ക്രീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പോയം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസാസ് എന്തുകൊണ്ടാണ് സെയിം ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റാൻസ ഏകദേശം ഒരു കോറസ് പോലെയാണ്. ഫസ്റ്റ് സ്റ്റാൻസയുടെ റെപ്പറ്റീഷനാണ് ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വീണ്ടും വീണ്ടും നമ്മുടെ പോയിട്ട് ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ദെൻ ഇമേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടൈഗർ ഒരു റിലീജിയസ് പോയം ആവുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. അപ്പം എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈഗർ എന്നുള്ള പോയം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾസോ റിഫർ ടു ദി പോയം ലാമ്പ്. എപ്പോഴും ലാമ്പിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ലാമ്പ് എന്നുള്ള പോയത്തിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിരിക്കണം. എങ്ങനെയാണ് ഈ രണ്ട് പോയവും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഗോഡിനോടുള്ള, അതായത് ഈ പോയിറ്റിൻ്റെ സമീപനം രണ്ട് പോയിറ്റിനകത്തും എങ്ങനെയാണ്, ടോൺ എന്താണ് രണ്ട് പോയത്തിലെയും, എന്തൊക്കെ ഇമേജസ് ആണ് ലാമ്പ് എന്നുള്ള പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം എസ്സേ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത് രണ്ടും എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു രണ്ട് പോയംസ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.